കർത്താവിനോട് കൂടെ വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് അക്കാലത്ത് യേശു ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരോട് വന്ന് പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അവൻ അവിടെ ചെയ്ത്, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ: പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നാം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കണം, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവനും ഒരു സ്നേഹിതനും ഉണ്ടായിരുന്നിരിക്കട്ടെ. അർദ്ധരാത്രി അവന്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരുക. ഒരു സ്നേഹിതൻ യാത്രമധ്യേ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു, അവന് കൊടുക്കാനും എനിക്കൊന്നുമില്ല. അപ്പോൾ അവന്റെ സ്നേഹിതൻ അകത്ത് നിന്ന് മറുപടി പറയുന്നു, എന്നെ ഉപദ്രവിക്കരുത്, കഥകടിച്ചു കഴിഞ്ഞു, എന്റെ കുഞ്ഞുങ്ങളും എന്നോടുകൂടി കിടക്കയിലാണ്, എഴുന്നേറ്റ് നിനക്ക് ഒന്നും തരാൻ സാധിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സ്നേഹിതനാണ് എന്നതിന്റെ പേരിൽ അവന് ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധ നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത്ര നൽകും. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടിന് നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്നാൽ ചോദിക്കുന്നവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിന് കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേനിന് കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകിയില്ല. കർത്താവിന്റെ സുവിശേഷം. തൊട്ടടുത്തുള്ള ആൾക്കാരുടെ കൈ കൊടുത്ത് ഗുഡ് മോർണിംഗ് പറ, ഒരു ശരി പുഞ്ചിരിയോട് പറ. ദേശവിട്ട് പറയുന്നത് കാലത്ത് ഏത് രീതിക്ക് നീ തുടങ്ങുന്നുവോ ആ രീതിക്ക് അവസാനിക്കുന്നത്. കാലത്ത് ഈ കപ്പലണ്ടി വരക്കുമ്പോൾ കടമണ്ട സൗണ്ട് കേൾക്കും. കപ്പലണ്ടി വരക്കുമ്പോൾ അതുപോലെ കാലത്ത് എണ്ണിച്ച മുഖം സ്റ്റാൻഡേർഡ് അറ്റൻഷൻ അങ്ങനെയുള്ള അവസാനിക്കുന്ന നൈറ്റ് കിടക്കുന്നത് ആ സ്റ്റാൻഡേർഡ് അറ്റൻഷൻ രീതിയോട് നമ്മൾ തീർക്കത്തുള്ളൂ. അപ്പൊ കാലത്ത് ഒരു കുർബാനയോട്, ഒരു പുഞ്ചിരിയോട്, ഒരു ശരിയോട് കൂടി സന്തോഷമായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ദിവസം കൃപയായിട്ട് അവസാനിക്കും, കൃപയോട് അവസാനിക്കും. ഈശോയ്ക്ക് ഗുഡ് മോർണിംഗ്, ഈശോയ്ക്ക് ഗുഡ് മോർണിംഗ്, ഈശോയ്ക്ക് ഗുഡ് മോർണിംഗ്, ഈശോയ്ക്ക് ഗുഡ് മോർണിംഗ്. ഗോഡ് ബ്ലസ് യു. ഇന്ന് കാലത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞ ആൾക്കാർ കൈപോക്ക് കള്ളം പറയുന്നത് പഠിക്കും ഞാൻ. വെരി ഗുഡ്, ഗോഡ് ബ്ലസ് യു. ഇന്ന് 10, അടുത്ത ആഴ്ച 20 ആകുന്നു, അതിന് അടുത്ത ആഴ്ച 40 ആകുന്നു. അടുത്തത് എന്റെ മക്കൾ എല്ലാവരും കാലത്ത് ജനിച്ച ഉടനെ ഈശോയ്ക്ക് ഗുഡ് മോർണിംഗ് പറയുന്നു, ഗുഡ് മോർണിംഗ് പറയുന്നു. എങ്ങനെ പപ്പയ്ക്ക് മമ്മയ്ക്ക് സ്വന്തങ്ങൾ ബന്ധങ്ങൾ സുഖത്തിൽ എല്ലാവരും ഗുഡ് മോർണിംഗ് പറയുന്നവോ അതേപോലെ നല്ലവനായ ക്രിസ്തുരാജ് ഗുഡ് മോർണിംഗ് പറഞ്ഞു നോക്ക്. അങ്ങനെ വേറെ ലെവലിൽ ഇടിച്ചെല്ലും, വേറെ ലെവലിൽ ഇടിച്ചെല്ലും. ദൈവങ്ങൾ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് സഭ മുത്തച്ഛൻ മുത്തച്ഛിമാരുടെ ദിനത്തെ ആഘോഷിക്കുന്നു. പ്രത്യേക ആരാധന ഒരു വ്യക്തിക്ക് ലഭിക്കുമെങ്കിൽ ആ വ്യക്തി ആരായിരിക്കും? ഒരു വ്യക്തി പ്രത്യേകമായിട്ട് ആരാധിക്കപ്പെടണം എങ്കിൽ ആ വ്യക്തി ആരാധിക്കണം. എന്നെ കണ്ടു ആരാധിക്കും. അവിടെ കണ്ടിട്ട് സൂപ്പറായിട്ട് കർശനം ഇവിടെ വന്നു. അതുകൊണ്ട് അവിടെ റെക്കോർഡ് ചെയ്തു. ഈശോ അമ്മളൊരു മതം
അവസരത്തിൽ അമ്മയപ്പണം പ്രാക്ടിക്കൽ ആത്മീയ, അത് പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കലായിട്ടുള്ള ഉത്തരം കറക്റ്റ്, അമ്മയപ്പണം. അത് അവസരത്തിലാണ് ബെല്ലാച്ചൻ ഇവിടെ ഈ ഭൂച്ചൽ അൽത്താറയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് മുമ്പ് ഒരുപാട് പ്രസംഗം നൽകിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഒരു വ്യക്തി ആവശ്യമാണ്. പരിശുദ്ധാത്മാവ്. അത് ദൈവികമായിട്ടുള്ള ആൻസർ. പ്രാക്ടിക്കൽ, ഇപ്പൊ പ്രാക്ടിക്കലാണ്. അതിന് മുമ്പ് ആദ്യം പ്രാക്ടിക്കൽ ആവശ്യപ്പെട്ടിട്ടില്ല, പ്രാക്ടിക്കൽ ആൻസർ കിട്ടി. ഇപ്പൊ പ്രാക്ടിക്കൽ ആൻസർ ആവശ്യപ്പെടുക. ഇപ്പൊ സ്പിരിച്വലായിട്ട് നീ ഉത്തരം ശരിയാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഉത്തരം സ്പിരിച്വലായിട്ട് ആത്മീയമായിട്ട് നമ്പർ 1 ഉത്തരമാണ്. ജോയി പറഞ്ഞ നമ്പർ 1 ഉത്തരമാണ്. പ്രാക്ടിക്കലായിട്ട് എന്റെ അപ്പനാണ്, എന്റെ അപ്പനും തന്നെയാണ്, എന്റെ അമ്മയും എന്റെ അപ്പനും. ഇല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും വളർത്തത്. ഇന്ന് സഭ മുത്തച്ഛന്മാരുടെ ജനത്തെ ആഘോഷിക്കണേ. ഇന്ന് അമ്മ മാതാവുക്ക് ജന്മം നൽകിയ 2 പേരുണ്ട്. ആരാണ്? ജവാക്കിയും അന്നയും. ആ 2 പേരും ഇല്ലെങ്കിൽ ഈ അമ്മയ്ക്ക് വിലയില്ല, മഹത്വമില്ല, കൃപയില്ല. അപ്പോ ഇന്ന് മക്കൾക്കും പ്രത്യേക മുത്തച്ഛന്മാർക്കും മധ്യസ്ഥ വഹിക്കുന്ന വിശുദ്ധന്മാർ ആരൊക്കെ? ആരൊക്കെ? അവസരപിതാവും എന്റെ മാതാവും. തെറ്റ്. ജവാക്കും എന്റെ അണ്ണ. ജവാക്കും എന്റെ അണ്ണ. പ്രത്യേകിച്ചും മുത്തച്ഛന്മാർക്ക് മധ്യസ്ഥ വഹിക്കുന്ന വിശുദ്ധന്മാരാണ്. അങ്ങനെയാണെങ്കിൽ അമ്മയെ ജന്മം നൽകുന്ന ഈ 2 പേർക്കും ചില പ്രത്യേക മഹത്വവും ഉണ്ടായിരുന്നു. മുത്തച്ഛൻ അറിയപ്പെടുന്ന അന്നയും മുത്തച്ഛൻ എന്നറിയപ്പെടുന്ന ജോയ്ക്കും ഒത്തിരിയേറെ കിരുബ ഉള്ളത് കൊണ്ട് കിരുബുള്ള ഒരു മകള് സഭയ്ക്കും ദൈവത്തിനും നൽകി. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഈ അമ്മ ഉണ്ടായിരുന്നു കാണാം, എങ്ങനെ ഈ മുത്തച്ഛൻ ഉണ്ടായിരുന്നു കാണാം നമ്മൾ ചിന്തിക്കാം. ആദ്യം മാതൃക, നല്ല മാതൃക. സഭയ്ക്കും മക്കൾക്കും ലോകത്തിനും ഇങ്ങനെ ഒരു മകൾ വേണം. അത് ദൈവത്തെ താങ്ങി പിടിക്കുന്ന, ദൈവത്തെ കരം പിടിച്ച് കൊണ്ടുപോകുന്ന, ഉണ്ണീശയെ കരം പിടിച്ച് കൊണ്ടുപോകുന്ന ഒരു മകൾ ഉണ്ടാക്കണമെങ്കിൽ ഈ അമ്മയും മുത്തച്ഛനും ഒത്തിരിയേറെ കിരുബുള്ള വ്യക്തികളായി ഇരുന്ന് കാണാം. ഒത്തിരിയേറെ. അപ്പൊ ആ കിരുബുള്ള വ്യക്തിയായി ഇരുന്നത് കൊണ്ട് നല്ല മാതൃക ഉണ്ടായിരുന്നു. നല്ല മാതൃക. ഇപ്പോ അപ്പൻ 8 അടി ചാടിയാൽ മകൻ 14 അടി ചാടുമെന്ന് വാക്കുകളുണ്ട്, പഴഞ്ചൊല്ലുണ്ട്. അപ്പോ പിള്ളയെ കണ്ട തള്ളിനെ കാണാൻ പറയാൻ, തള്ളിനെ കണ്ട പിള്ളയെ കുറിച്ച് പറയാൻ നമ്മൾ ആൾക്കാർ പറയാറുണ്ട്. അപ്പോ മുത്തച്ഛന്മാരുടെ മാതൃക നമ്മൾ ഇത്രമാത്രം ഇവിടെ കൊണ്ടുവന്നിട്ട് എടുത്തിട്ടുണ്ട്. പണ്ടത്ത് ഈ മുത്തച്ഛന്മാരും നമ്മൾ കരം പിടിച്ച് കൊണ്ടുപോകും പള്ളിക്ക്, ദേവാലയത്തിൽ. ഇപ്പോഴും അങ്ങനെ തന്നെ ചില കുടുംബങ്ങളുണ്ട്. വീട്ടിലെ എല്ലാ ചെറുമക്കളെ വിളിച്ച് ക്യാരംസ് കളിച്ച് അങ്ങനെ കളിച്ച് ഇങ്ങനെ പള്ളിയിൽ കൊണ്ടുവരുന്നത് ഇപ്പോഴും ഇവിടെയും ആൾക്കാരുണ്ട്. വയസ്സായ ആൾക്കാരുണ്ട്, ചെറുപിള്ളേരെ നല്ലതിലേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. ചില കുടുംബങ്ങളോട് സുഖമുണ്ടെന്ന് ചെറുപിള്ളേരെ നന്നായിട്ട് കൽപ്പിക്കുകയും കല്ലി പറഞ്ഞു കൊടുക്കുകയും ഇതുപോലെ ആത്മീയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും പള്ളിയിൽ കൊണ്ടുവരികയും ചെയ്യുന്ന മുത്തച്ഛന്മാർ ഉണ്ട്. അപ്പോ മാതൃക കാണിക്കുന്നു. നല്ല മാതൃക ഉണ്ടെങ്കിൽ നിങ്ങളുടെ വഴി വരുന്ന തലമുറ അഭിഷേകത്തിലും ആസുരത്തിൽ നിലനിൽക്കുന്ന ഒരു തലമുറയായിരിക്കും. നമ്പർ 1 മാതൃക. നമ്പർ 2 ധൈര്യം. ഈ ജോവാക്കിനും അമ്മയ്ക്കും ധൈര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലൊരു കൃപമുള്ള അമ്മയെ, ഒരു പെൺകുട്ടിയെ സഭയ്ക്കും ദൈവത്തിനും നൽകി. എനിക്ക് ഇഷ്ടപ്പെട്ട, എന്റെ ഹൃദയപൂർവ്വം ഇഷ്ടപ്പെട്ട ജോലി മിലിറ്ററിനാണ്. അതിനുവേണ്ടി NCS മാസ്റ്ററായി വിതിൻ 15 minutes ഗണ്ണ് ഓപ്പൺ ചെയ്ത് സെറ്റ് ചെയ്ത് ഷൂട്ടിംഗ് ആണ് റെഡിയാക്കണം. അങ്ങനെ റെഡിയായി ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. I was selected for Delhi military force. ഡൽഹി മിലിറ്ററി സെലക്ഷൻ കിട്ടിയ എന്റെ അമ്മയ്ക്ക് പറഞ്ഞ എന്റെ അമ്മ കാർഗിൽ യുദ്ധത്തിലെ ഈ ബോർഡിനെ വരച്ചു വന്നത് കണ്ടിട്ട് നീ മിലിറ്ററിക്കും പോകണ്ട, പോലീസിനും പോകണ്ട, വേറെ ഏത് ജോലിക്ക് പോയാലും കുഴപ്പമില്ല, ഇത് 2 ഉപേക്ഷിക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ടത് മിലിറ്ററി, അത് ഇല്ലെങ്കിൽ റവന്യൂ.
രണ്ടാമതാണ് ആയത്. പക്ഷെ എന്റെ അമ്മ സമ്മതിച്ചിട്ടില്ല. ധൈര്യമില്ല എന്റെ അമ്മയ്ക്ക്. 8-10 പിള്ളേരെ വെച്ചിട്ട് ഒന്ന് സമസ്ഥാനം, ഒന്ന് രാജ്യം, ഒന്ന് ദൈവം, ഒന്ന് സഭ കൊടുക്കണം. പക്ഷെ ധൈര്യമില്ല അമ്മയ്ക്ക്. പക്ഷെ ഈ ജോവാക്കിനും അന്നയ്ക്കും ധൈര്യം ഉണ്ടായിരുന്നു. ഒന്നേ ഒന്ന് കണ്ണേക്കെന്ന് എന്റെ പൊന്നു മോൾ മരിയത്തെ സഭയ്ക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി ഞാൻ തരുമെന്നുള്ള ധൈര്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്ന് ലോകം അറിയപ്പെടുന്ന, നമുക്കും അറിയപ്പെടുന്ന ഒരു അമ്മ, ഒരു തായ് ഉണ്ടെങ്കിൽ, അത് മരിയമ്മ ഉണ്ടെങ്കിൽ അത് ധൈര്യം. അത് കാരണം നല്ല മാതൃക ഉണ്ടായിരുന്ന ഒരു അമ്മ ഉണ്ടായിരുന്നു, നല്ല മാതൃക നൽകുന്ന ഒരു അപ്പച്ചനും മുത്തച്ഛനും ഉണ്ടായിരുന്നു, നല്ല കിരുമുള്ള ഒരു മുത്തച്ഛനും മുത്തച്ഛനും ഉണ്ടായിരുന്നു. അത് ജോവാക്കിയും അന്നയും. ആ അമ്മയ്ക്ക് അമ്മ സെന്റ് ആൻക്ക് ആ ധൈര്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഇങ്ങനെ ഒരമ്മ ഇന്ന് നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾക്ക് 1 മാതൃക, 2 ധൈര്യം. ഇപ്പൊ കൂടെ എന്റെ മമ്മി പറയും, അല്ലേ അവിടെ ഇതെല്ലാം കിട്ടുന്നുണ്ടോ, അത് കിട്ടുന്നുണ്ടോ? ആദ്യം ഈ സെമിനാറിൽ പഠിക്കുമ്പോ ഈ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്തു. അപ്പൊ ഞാൻ എന്റെ അറിയാതെ പറഞ്ഞു പോയി, ഇങ്ങനെ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നീ ചിന്തിക്കും ഇങ്ങനെയുള്ള മുമ്പ്. അപ്പോ സെപ്റ്റിക് ക്ലീൻ ചെയ്തിട്ട് സോപ്പ് ഇട്ട് കുളിക്കുമ്പോ ഇങ്ങനെ തോന്നുന്നു, ഇതെല്ലാം ചെയ്യുന്നല്ല. അങ്ങനെ ചിന്തിച്ച് അതാണ് ഞായറാഴ്ച വാക്കിംഗ് ഉണ്ട്. ഞാൻ പോയിട്ട് എന്റെ മമ്മീന്റെ പറഞ്ഞു, ഇന്ന് സെപ്റ്റിക് ക്ലീൻ ചെയ്ത് സെപ്റ്റിക് ടാങ്കാണ് എന്നോട്. ഇത് വേറെ ആളില്ലേ? ഇല്ല, നമ്മളിതിനെ ക്ലീൻ ചെയ്യണം. ഞാൻ മാത്രമല്ല എല്ലാം ചെയ്യുന്നത്. നീ പെട്ടി നടത്തിട്ട് വീട്ടിൽ വാ. ധൈര്യമില്ല. വീണ്ടും ഇത്ര വയസ്സായി 30 വയസ്സ് ശേഷം സെമിനാരിൽ പോവാ. അപ്പോഴും ഈ മുത്തച്ഛി പറയും, ഇപ്പൊ മുത്തച്ഛി പറയുക, വേണ്ട വീട്ടിലേക്ക് വാടാ, ധൈര്യമില്ല. പക്ഷേ സെന്റാనికి ധൈര്യം ഉണ്ടായിരുന്നു. നല്ലൊരു മൗല സഭയ്ക്ക് വേണ്ടി തന്നെ. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുക, എനിക്ക് 6 മണിക്ക് കുർബാന വേണം, 8 മണിക്ക് അനുസ്മരണ ദൈവവിളി വേണം, 10 മണിക്ക് തന്നെ കല്യാണ ദൈവവിളി വേണം, വൈകിട്ടും ഒരു വേണം, എല്ലാ പ്രാർത്ഥനയും നിങ്ങൾ വരണം. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു കുഞ്ഞിനെ സഭയ്ക്ക് വേണ്ടി നൽകാൻ കൊടുക്കാൻ താല്പര്യമില്ല, ധൈര്യമില്ല. ഒന്നേ ഒന്ന്, അയ്യോ എനിക്ക് ഒന്നേ ഒന്നുമില്ല അച്ഛാ, ഞാൻ വിട്ടിട്ട് വേറെ വഴിയില്ല, ഞാൻ കൊടുക്കത്തില്ല. അങ്ങനെ ഉള്ള അമ്മമാർന്നാണ് ഇപ്പൊ ഉള്ളത്. ഒന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് സഭയ്ക്കും ദൈവത്തിനും കൊടുക്കാനുള്ള ധൈര്യമുണ്ടോ എന്ന് ചിന്തിക്കണം. ആ ധൈര്യം സെന്റ് ആൻക്ക് ഉണ്ടായിരുന്നു, ജോവാക്കിനും ഉണ്ടായിരുന്നു. ഇനി നല്ല ഒരു അമ്മ നമുക്ക് കിട്ടി. അപ്പൊ 3ാമത്തെ കാര്യം, 1 മാതൃക, 2 ധൈര്യം, 3 കൃപ. ഒരു നല്ല ഒരു ഇതാണ് എന്റെ ദാസ് എന്ന് പറയാൻ യോഗ്യത ഉണ്ടെങ്കിൽ, ഈ അമ്മയ്ക്ക് യോഗ്യത ഉണ്ടെങ്കിൽ, ആ അമ്മയുടെ അപ്പനക്കും കിരുമ ഉണ്ടായിരുന്നു കാണും. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുഞ്ഞിനെ നമുക്ക് കിട്ടത്തില്ല, ഉറപ്പായിട്ട് കിട്ടത്തില്ല. അപ്പൊ അതാണ് അമ്മ ഉത്തരവാദിച്ചത്. സന്നദ്ധമാണ്, അനുഭവമുള്ള വ്യക്തി നമ്മുടെ കുടുംബത്തിൽ സ്വത്താണ്. അപ്പൊ കിരുമുള്ള വ്യക്തികളാണ്. ഒരുപാട് 75, 72, 80 അത്ര വയസ്സ് അനുഭവമുള്ള വ്യക്തികളാണ് ഈ മുത്തച്ഛന്മാരും. അന്ന് എനിക്ക് എപ്പോഴും വയസ്സായ ആൾക്കാർക്ക് ഇഷ്ടമുണ്ട്. വയസ്സായ അച്ഛന്മാരുടെ ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്നതിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുണ്ട്. നമ്മൾ പാഠം പഠിക്കാം, ജ്ഞാനം പഠിക്കാം, അനുഭവം പഠിക്കാം. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. ഈ യങ് അച്ഛന്മാരുടെ പോയി കഴിഞ്ഞാൽ കുരുത്തക്കെട്ട് പഠിക്കാം, കുസൃതി പഠിക്കാം, ഇല്ലാത്തത് പഠിക്കാം. ഇപ്പൊ ഉള്ള പക്ഷെ വയസ്സായ അച്ഛന്മാരുടെ പോയി കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, നല്ല ആത്മീയങ്ങൾ വളരാം. അങ്ങനെ സൂപ്പറായിരിക്കും ഈ വയസ്സായ അച്ഛന്മാർക്ക്. അത് സത്യമാണ്. നട്ടുവേണ്ട ഡേസ് എടുക്കുമ്പോൾ ഒരുപാട് വയസ്സായ അച്ഛന്മാർ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അച്ഛൻ പറയും. യങ് അച്ഛന്മാർ വിളിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കും, വേണ്ട അങ്ങനെ ചിന്തിക്കും. വയസ്സായ അച്ഛന്മാർ ഡൊമിനിക് അച്ഛൻ എന്നെ വളർത്തത് ഈ കേരളത്തിലെ ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ തെറ്റോ ശരിയില്ലയോ നീ ധൈര്യമായിട്ട് പറഞ്ഞുകൊള്ളാം ഇങ്ങനെ പറഞ്ഞ് ഡൊമിനിക് അച്ഛൻ. ഇപ്പൊ വെട്ടുത്തറയില്ല എല്ലാവർക്കും കാര്യം. അതിന് മുൻപ് സാന്തിപുരം അവിടെ എല്ലാവരും പോയി അപ്പുറം എനിക്ക് ചാൻസ് കൊടുത്ത് തമ്മിൽ എഴുതി ചുമ്മാ മലയാളം പറയാം, തമ്മിൽ എഴുതുന്ന മലയാളം പറയും. അങ്ങനെ ആൾക്കാർ ചിരിക്കും. അവിടെ ഭയങ്കര സാന്തിപുരം മുതൽ ചിരിക്കും. ആദ്യം എന്റെ മലയാളം കേട്ട് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഇനിയും സഹിക്കാൻ പറ്റുന്നില്ല, ഇത് സഹിക്കുക, വേറെ വഴിയില്ല. അങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. പക്ഷേ അത്ര ധൈര്യത്തോട് ചെയ്യും. അങ്ങനെ ഞാൻ വളർത്തുക അച്ഛനാണ് വയസ്സായ അച്ഛൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പോഴും ഞാൻ അഞ്ഞോട് കൊടുക്കുക. അപ്പൊ 1 മാതൃക, 2 ധൈര്യം, 3 കരുത ഈ വയസ്സായ മുത്തച്ഛന്മാർ. 4ാമത്തെ കാര്യം സംസാരം. ഈ മുത്തച്ഛന്മാരെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണ്ട. ആ സംസാരമില്ല.
സംസാരം. ഈ ഇപ്പൊ ഞാൻ പറയുന്ന ഒരു സംസാരം വേറെ ലെവലാണ്. വെള്ളം പിടിക്കാൻ പോയാൽ എന്തിനൊന്നും അടച്ചുകൊണ്ടേയിരിക്കും ലേഡീസ്. ആ സംസാരം സംസാരം വെച്ചാൽ കണ്ണിൽ വന്ന് കൊണ്ടാടി ഇതിനൊരു ബ്യൂട്ടി ഉണ്ട്. ഈ മുത്തച്ഛി സംസാരിക്കുന്ന രീതി മുത്തച്ഛനിക്ക് ഇഷ്ടപ്പെടും. ഈ മുത്തച്ഛൻ ഓർക്കുമ്പോൾ എനിക്ക് തമിഴ് ഒരു പാട്ടുണ്ട്, ഞാൻ മുമ്പേ പാടിയിട്ടുണ്ട്. ഇരുണ്ടമ്മേക്ക് ചെറുണ്ട് സൊഴിയലിൽ കൊണ്ടയാൻ മേടിക്കണ്ടയാൽ ഈ കാതിലുള്ള കാൽകളോ அந்த സ്വർണ്ണം ഉണ്ടല്ലോ അതിങ്ങനെ ആടും, അങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അത് കണ്ടിട്ട് അത്ര വയസ്സായാലും സ്നേഹിക്കുന്ന റൊമാൻസ് അടിക്കുന്ന ഒരു വയസ്സാണ്. അത് 72 വയസ്സായാലും റൊമാൻസ് അടിക്കുന്ന തമിഴ് ഒരു പാട്ടുണ്ട്. 72 വയസ്സ് 80 വയസ്സില് ഒരു മുത്തച്ഛയെ കണ്ടിട്ട് മുത്തച്ഛൻ റൊമാൻസ് അടിക്കുന്ന പാട്ടാണ് ഇത്. ഇരുണ്ടമ്മേക്ക് സുരുണ്ട് സൂര്യൽ കൊണ്ടയാൽ കുഴയേറിയാട്ട് സൂറയാട്ട് മെഴിക്കണ്ടയാൽ തിരുந்த பூங்குழிக்கும் அருகப்பொருளுக்கும் இதெல்லாம் വിലകേറാൻ കുഴയേറിയാട്ട് സൂറയാട്ട് മെഴിക്കണ്ടയാൽ. അങ്ങ് സ്നേഹിക്കുന്ന റൊമാൻസ് അടിക്കുന്ന ആ പക്വത വയസ്സായാലും ഈ മുത്തച്ഛനക്ക് ഉണ്ട്. അതാണ് സംസാരം. അത് ഈ സ്നേഹത്തിന്റെ ഒരു വെളിപ്പാടാണ്. അത്ര ഏജ് ആയാലും അങ്ങനെ ഒരു സംസാരമായിരിക്കും. പക്ഷെ ഇപ്പൊ ഉള്ള ആൾക്കാരെല്ലാം இந்த ஹார்ட் அட்டாக் கொண்டு போடலாம். அது போல ஏதாவது தாயாங்க வச்சு கொண்டு நானும் டிவோர்ஸ் செய்யும். இப்ப புதிய பாடகர்கள்மா இப்ப வந்து பாத்தீங்கன்னா ஏன்னா இன்னும் எனக்கு சாயம் வச்சு கூட நான் மக்கள் எனக்கு டிவோர்ஸ் செய்யட்டும். இதுக்கு எனக்கு சாயத்தை தரணும், பஞ்சசார சுகர் ஃப்ரீ அதை எடுக்கணும். அந்த அலங்கார தேர்டு பாக்ஸ் கேட்டோ அதை எடுத்துக்கணும். இல்லை ராணி போல் அடி இருந்து டீ பேண்ட் கால வச்சுட்டு அடி நியூஸ் பேப்பர் வாங்கி கொண்டிருக்கும். இப்போத்த பாத்தியங்கள் மாறும் ഇല്ലെങ്കിൽ ഡിവോഴ്സ് സംസാരം ഇപ്പോൾ ഉള്ള സംസാരം. പക്ഷെ പണ്ടത്തെ മുത്തച്ഛന്മാരുടെ സംസാരം കിരുബയുടെ സംസാരമായിരുന്നു, അഭിഷേകത്തിന്റെ സംസാരമായിരുന്നു, അനുഭവത്തിന്റെ സംസാരമായിരുന്നു. അത് ഒത്തിരിയേറെ വിലപ്പെട്ടതാണ്, മഹത്വമാണതാണ് ആ സംസാരം. അത് കണ്ട് കാപ്പിടിക്കേണ്ട നമ്മള് ഇപ്പോ ഈ കാണ്ടംപററി ഭാര്യക്കന്മാരെയും കാണ്ടംപററി ഭർത്താക്കന്മാരെയും കണ്ടുപിടിച്ച് വ്യത്യസ്തമായിട്ട് സംസാരിക്കൊണ്ടിരിക്കുക. അത് ഒരിക്കലും പാടില്ല. സംസാരം എന്ന് വെച്ചാൽ കൃപയുടെ സംസാരമായിരിക്കും, മാതൃകയുടെ സംസാരമായിരിക്കണം, ധൈര്യത്തിന്റെ സംസാരമായിരിക്കണം. അതുதான் സംസാരം. ജ്ഞാനത്തിന്റെ സംസാരമായിരിക്കണം, അറിവിന്റെ സംസാരമായിരിക്കണം, അഗ്നിയുടെ സംസാരിക്കണം, ആത്മാവിന്റെ സംസാരം, പരിശുദ്ധാത്മയുടെ സംസാരമായിരിക്കണം നമ്മുടെ സംസാരം. ഇത് മുത്തച്ഛന്മാർക്കും കിട്ടിയ ഒത്തിരിയേറെ വിലപ്പെട്ട കൃപയാണ്, സ്വത്താണ് ഈ സംസാരം. ഇപ്പോഴുള്ള സംസാരം അത് ഒത്തിരി ഡേഞ്ചറസ് ആണ്. അപ്പൊ ചിന്തിക്കണം. നമ്പർ 1 കേൾക്കാൻ കൊള്ളാം, എല്ലാം കേട്ടുകൊണ്ടിരിക്കുക. നമ്പർ 1 പറയുമ്പോ 2, 3, 4 സംസാരം. നിങ്ങളുടെ സംസാരമല്ല ഇത്. പ്രത്യേകം ഈ സംസാരത്തിന് അർത്ഥം കൊടുക്കുന്നത് കിരുബയുടെ സംസാരം, ധൈര്യത്തിന്റെ സംസാരം, മാതൃകയുടെ സംസാരം, അഗ്നിയുടെ സംസാരം, ജ്ഞാനത്തിന്റെ സംസാരം, അറിവിന്റെ സംസാരം, വിവേകത്തിന്റെ സംസാരമായിരിക്കണം. സൂപ്പറും കുടുംബം മുന്നോട്ട് പോകും. ഇതിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടിയും ബഹളവും ഉടക്കവും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ചിന്തിക്കാം. ലാസ്റ്റ് സൂപ്പറാണ്, കിരുബയാണ്. ലാസ്റ്റ് ഭക്തി. ഇതാണ് എന്റെ ദാസ് എന്ന് പറയാൻ യോഗ്യത ഉണ്ടായിരുന്നു അമ്മ മാതാവുക്ക്. ആ ഭക്തിയുടെ അടയാളം അമ്മ മാതാവ്. മുത്തച്ഛനെ അറിയപ്പെടുന്ന ജോവാക്യമിന്റെ അടയാളം, ജോവാക്യമിന്റെ ഭക്തിയുടെ അടയാളമാണ് ഈ മാതാവ്. മുത്തച്ഛനെ അറിയപ്പെടുന്ന സെന്റാനുடைய ഭക്തിയുടെ അടയാളം മറ്റൊരു അടയാളമാണ് അമ്മ മാതാവ്. അതുകൊണ്ടുதான் ഇതാണ് എന്റെ ദാസി എന്ന് പറയാൻ യോഗ്യത ഉണ്ടായിരുന്നു, അനുഗ്രഹം ഉണ്ടായിരുന്നു, ആശീർവാദം ഉണ്ടായിരുന്നു അമ്മ മാതാവുക്ക്. അതുകൊണ്ട് ഇന്ന് ലോകത്തിന്റെ അമ്മ എന്ന് അറിയപ്പെടുന്നു, ഇന്ന് ദൈവത്തിന്റെ അമ്മ എന്ന് അറിയപ്പെടുന്നു, ഇന്ന് ഈശോയുടെ അമ്മ എന്ന് അറിയപ്പെടുന്നു, ഇന്ന് നിങ്ങളുടെ എന്റെ അമ്മ, പ്രിയപ്പെട്ട അമ്മ എന്ന് അറിയപ്പെടുന്നു. അതിന് കാരണം മുത്തച്ഛി എന്ന് അറിയപ്പെടുന്ന സെന്റാൻ, മുത്തച്ഛൻ എന്ന് അറിയപ്പെടുന്ന ജോവാക്യം. രണ്ടുപേർക്കും ഭക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ടുதான் എന്റെ അമ്മയ്ക്കും ഭക്തി ഉണ്ടായിരുന്നു. ഈശോയെ താങ്കി പിടിക്കാനുള്ള ആശീർവാദം കിട്ടി. ഇപ്പൊ ഉള്ള ഭക്തി 3 ലെവലിലുണ്ട്. ഇപ്പൊ ഉള്ള ഭക്തി ഇപ്പൊ കുടുംബ പ്രാർത്ഥന എല്ലാ ഭവനങ്ങളിലും കുറഞ്ഞു വന്നു. ഞാൻ അന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. 2019 ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ചില ഓരോന്ന് ഈ കരോൾ സിംഗിങ് പോകുമ്പോ അപ്പൊ കണ്ടെത്തിയ ആ ആശീർവാദം ഇപ്പൊ ഈ 5-6 വർഷത്തില് കുറഞ്ഞുകൊണ്ടേ വരുന്നു. അപ്പൊ കാരണം നിങ്ങൾ തന്നെ, വലിയ ആൾക്കാർ നിങ്ങൾ തന്നെ. അപ്പൊ അത് ഭക്തി കുറയാൻ പാടില്ല. 3 രീതിക്ക് ഭക്തി ഉണ്ട്. ഇപ്പൊ ഉള്ള കണ്ടംപററി സൊസൈറ്റിയില് ഉള്ള മക്കളുടെ ഭക്തി 3 രീതിക്ക്.
3 ஆட்சி முன்பு ஒரு கேஸ் கவுன்சிலிங் கேஸ் எடுத்து வந்தாருன்னு அவன் பக்தி என்ன இருந்து அறிஞ்சுறான். மொத்தத்துல இப்போ உள்ள ஆட்களுடைய பக்தி என்ன? 1 மயக்க மருந்து, 2 பக்திக்கு மயக்க மருந்துக்கும் கனெக்ஷன் படிச்சு தரான், 2 பிரேம பந்தம், 3 ஆன்டி தெய்வம், நம்மளுடைய கிறிஸ்டியனுக்கு ஆன்டி கிரைஸ்ட், ஆன்டி ஈஷோ. அப்ப பக்தி இவனுக்கு மயக்க மருந்து எடுத்துட்டு இல்லைங்கன்னு எனக்கு கை வரைக்கும் 3 ஆட்சி முன்பு என்ற இடத்துக்கு கொண்டு வந்தோம். ஆ பையன் மயக்க மருந்து என் பொன்முடியில் ஒரு பையன் சுண்டு வழங்க பெட்டிஷான் தட்டுக்கடை போல உள்ள பெட்டிஷான் சிம்பிள் கடையாளிக்கும் அதுல வந்து போலீஸ்லாம் இருக்கேன் அதுல தான் வீடு யாரும் மிண்டுல மயக்க மருந்து மாஃபியா ஒரு வித்தியாசமாയിട്ടുള്ള மாஃபிയാണ്. யாரும் மிண்டத்துல அவன் வரும் அவன் வரும் மிண்டாத அவன் நீக்கும் அப்படின்னு ஒரு பாக்ஸ் ஒரு கொடுக்கும் மிண்டெல்லாம் போகும். அடுத்து அதை கண்டுட்டு வேற போய் ஆட்டுக்கிடாவும் ஆட்டு தலைக்கு ஒரு கிடாவும் அதுல தலையில தாரம் ஒன்று கிடாவும் ஆட்டுக்கிடும். அதுல உள்ள 4-5-6 முடிக்காம பையனா இருக்கு. அலாவுதீன் கில்ஜி போல இருக்கும். அலாவுதீன் கில்ஜி ஹைதராபாத் அலாவுதீன் கில்ஜி போட்டோ எடுத்துட்டு கூகுள்ல அலாவுதீன் கில்ஜி இங்க தூவி நிற்கும். அதே போல பையன் மாதிரி போல பையன் மாதிரி இங்க 4 படி இங்கிட்டு பரட்டை போல பல்லு தேய்க்கல பச்சை கலர் எனக்கு மயக்க மருந்து இட்டு பார்த்துட்டு ஒட்டி நிற்கும். அதுல புழு அது ஈச்செல்லாம் தெரிக்கும். அவனுக்கு இஷ்டம் ஆளுக்கு இஷ்டம். அவன் மிண்டாத பாக்கெட் எடுக்கும் அந்த எடுக்கும் அனுபவிக்கும். இதெல்லாம் மிண்டா மாஃபியா, மயக்க மருந்து மாஃபியா, அது மிண்டா மாஃபியா. மிண்டாத எல்லா காரையும் நடக்கும். அங்கே இவன் போயிட்டு பொன்முடியில இவன் போயிட்டு அடியா என்றது உண்டு. அது தொடரணும், தொழிலாளர்கள் கொடுக்கும். அந்த மயக்க மருந்து கையில் நான் கேட்டப்போ ரெடி போய் அவன் கை விரண்டு அது கையில் வச்சிருக்கும். அது தொழணும் அப்பா கொடுக்க தெரியும். அது தொழணும் அவன் கொடுக்கணும். அது மேடிச்சு படப்படப்படான்னு எடுக்கணும். இல்லைன்னா வரலைங்க கை வரங்க படப்படான்னு எடுக்கணும். மம்மிக்கு பயங்கர கஷ்டப்படும். ஒருத்தணும் பயங்கர கஷ்டப்படும். கரைதான் അങ്ങനെ ഏവനെயே அறிஞ்சு விட கொண்டு வரும். പിന്നെ நம்ம டெய்லி வெளியில் 40 நாள் இருக்கான் பாருங்க. டெய்லியில இருக்கான் பாருங்க. அப்ப இருந்துட்டு திருச்சம் கொண்டு வந்து ஒரு அச்சம் கொண்டு வந்து அவன் நிற்காம பറ്റിல்ல வீഞ്ഞு கொண்டு வந்து வீഞ്ഞு സംസാരിച്ച് അവരുടെ സ്ഥലം കടത്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് മാറി വരുന്നുണ്ട്. അവൻ പറഞ്ഞ കാര്യം എന്താ? തൊഴിലാളി കിട്ടത്തുള്ളൂ. ദൈവത്തെ തൊഴാൻ അവനക്ക് മടി ഇഷ്ടമല്ല. പക്ഷെ മയക്ക് മരുന്ന് തൊട്ടിട്ട് ഇപ്പൊ ഇത് പൈസ നീ മമ്മിമാരെ എല്ലാവർക്കും എല്ലാ മമ്മിയെ പിള്ളേർക്ക് ഇഷ്ടം. അതുകൊണ്ട് നൈറ്റ് പപ്പ ഭക്ഷണം കഴിക്കുമ്പോൾ എന്റെ പപ്പാനെ വിളിക്കും ഐ ലവ് യു ഞാൻ ചുരിദാർ മേടിച്ചു തരാം, ഞാൻ എനിക്കിത് മേടിച്ചു തരാം. ചോദിച്ചു മേടിക്കും സ്നേഹത്തിൽ. എപ്പം പറഞ്ഞ പാവം പിച്ചെടുക്കും എന്നെ സ്നേഹിക്കുന്നു. ഞാൻ കൂടെ ഇരുന്ന് മമ്മിയെ ഭയങ്കര അങ്ങനെ ടച്ച് ചെയ്ത് കൂടെ മമ്മിയെ കൂടെ ഇരുന്നിട്ട് അപ്പണ് അത്ര ഇഷ്ടപ്പെടില്ല. ചില പിള്ളേർക്ക് ഇഷ്ടപ്പെടും, ചില പേർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ അപ്പൊ ചോദിച്ചു മേടിക്കും. അതേപോലെ ഇവൻ തൊഴിലാളി മയക്കം മരുന്ന് കിട്ടുള്ളൂ. ഇത് കിട്ടിയ ശേഷം അടുത്ത ഇവന്റെ ആരാധനയുടെ ഭക്തി പ്രേമബന്ധത്തിലേക്ക് പോവുക. പ്രേമബന്ധത്തിലേക്ക് പോവുക അത് സൈത്താന്റെ പക്കലേക്ക് അടുത്ത ഭക്തി. ദൈവത്തെ ആരാധിക്കുന്ന പകരം ഇവൻ സൈത്താനെ ആരാധിക്കുന്നു, പിശാചെ ആരാധിക്കുന്നു. ഭക്തി അതുപോലെ அதுக்கடுத்து പ്രേമബന്ധത്തില് அதுக்கடுத்து മയക്കമരുന്നില് തുടങ്ങി പ്രേമബന്ധത്തില് നിന്ന് അനുഭവിക്കുന്നത് ഡെവിളില് അനുഭവിക്കാം. അങ്ങനെ അനുഭവിക്കുമ്പോൾ നാം പറഞ്ഞതുപോലെ ഒരുപാട് അലാവുദ്ദീൻ ഖിൽജിമാർ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഹൈദരാബാദ് അലാവുദ്ദീൻ ഖിൽജി இப்ப ஒருபாடு பயமானவங்க இங்க ஒரு கட்டு கட்டும், ஒரு ரப்பர் பேண்ட் போட ஒரு கட்டு கட்டிட்டு இங்க நிக்க முடி. அது நான் கண்டுபில்லை இங்க ஒரு கட்டு கட்டும் ஃபுல்லா ஷேவ், தாழ ஃபுல்லா ஷேவ், இங்க முடி நிற்கும். இங்க ஒரு ரப்பர் பேண்ட் கட்டும். அதுல நீ ஃப்ரீக்கனானோ நீ பிராந்தனானோ, ஃப்ரெண்டுல ஃப்ரீக்கனானோ பேக்ல பிராந்தனானோ, நம்ம போகும்போது இல்ல வாங்கிக்கலாம். இந்த ரப்பர் பேண்ட்ல பிராந்தனானோ ஃப்ரீக்கனானோ അങ്ങനെ എഴുതി. അങ്ങനെ ഫ്രീക്കന്മാർ ഒരുപാടുണ്ട്, പ്രാന്തന്മാർ ഒരുപാടുണ്ട്. ഈ ഭക്തി ഉള്ളതുകൊണ്ട് പക്ഷെ ആക്ച്വൽ ഭക്തി 3 ആയിട്ട് തിരിക്കാം. 1 ധൂളിയ, 2 ഹൈപ്പത്തൂളിയ, 3 ആരാധന. 1 ധൂളിയ, 2 ഹൈപ്പത്തൂളിയ, 3 അഡോറേഷൻ. ധൂളിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധന്മാർക്ക് നമ്മൾ കൊടുക്കേണ്ട മര്യാദയും ബഹുമാനമാണ്.
വിശുദ്ധന്മാർക്ക് കൊടുക്കേണ്ട ബഹുമാനവും മര്യാദയുമാണ് ഈ ദൂനിയ എന്ന് പറയുന്ന ഈ വാക്കുകൾക്ക് അർത്ഥം. ഹൈപ്പർദൂനിയ എന്ന് പറയുന്ന ഈ വാക്കുകൾക്ക് അർത്ഥം എന്താന്ന് വെച്ചാൽ അമ്മ മാതാവിക്ക് കൊടുക്കേണ്ട ഒരു സ്റ്റെപ്പ് ഹയർ, ഹയറാണ് ഹൈപ്പർ ദൂലിയ. അപ്പോ ബഹുമാനത്തെക്കാട്ടിലും അതിബഹുമാനം, കുറച്ച് കൂടുതലായിട്ട് ബഹുമാനിക്കുന്ന ഒരു അന്തരീക്ഷം ഈ അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനം മഹത്വം ഈ ഹൈപ്പർ ദൂലിയ. ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മാത്രമെന്നാണ്. വിശുദ്ധ മാത്രം ആരാധിക്കാൻ പാടില്ല. ചില ആൾക്കാർ പോയിട്ട് ഈശോ ഉണ്ടാവും, സക്രാരി ഉണ്ടാവും, കുർബാന ഉണ്ട്, അത് ആരാധിക്കില്ല. അവിടെ പോയിട്ട് അഡ്മിനിസ്ട്രേഷനാണ്, തൊട്ട് ഉമ്മ കൊടുക്കും, തൊട്ട് ആരാധിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. ഈ എല്ലാ ആൾക്കാരും, നാനും കുഞ്ഞിൽ അങ്ങനെ പോയി ചെയ്തിട്ടുണ്ട്. മമ്മി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, നാനും പോയിട്ട് ഈ അച്ഛൻ്റെ ഫാമിലിയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അത് തെറ്റാണ്. ആരാധന ഈശോയ്ക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ള ഒരു മര്യാദ, ഒരു ബഹുമാനം, ഒരു മഹത്വം ഈശോയ്ക്ക് മാത്രം, അത് ആരാധന. അപ്പോ ഈ മയക്കമരുന്നിൽ പെട്ടുപോയ നമ്മൾ, ഈ പ്രേമബന്ധത്തിൽ പെട്ടുപോയ വ്യക്തി, ഈ ആന്റി ദൈവത്തിൽ പെട്ടുപോയ വ്യക്തി, പ്രത്യേകം അത് നമ്മൾ ചിന്തിക്കണം. അപ്പൊ തുള്ളിയ, ഹൈപ്പർ തുള്ളിയ ആരാധന, ഇത് 3 ലെവലിൽ ഇരിക്കുന്ന നമ്മൾ ചിന്തിക്കണം. എത്ര മാത്രം ഞാൻ പെട്ടുപോയിട്ടുണ്ട്. സംസാരം നല്ല സംസാരമായിരിക്കണം. ഈ ആരാധന ദൈവത്തിൽ മാത്രം ഉണ്ടായിരിക്കണം. ഹൈപ്പർ തുള്ളിയ മാതാവ് കൊടുക്കുന്നത് നമ്മൾ കൊടുത്തിരിക്കണം. ദൂളിയ വിശുദ്ധന്മാർക്ക് കൊടുത്തിരിക്കണം. ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മയക്കുമരുന്നും പ്രേമബന്ധവും ആന്റി ദൈവവും ഇതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുക. ചിന്ന കുഞ്ഞു കാര്യങ്ങളുണ്ട്. ഇനി പള്ളിക്ക് വന്നിട്ട് പുറത്ത് നിൽക്കുന്നത് മര്യാദ കുറവ്, ബഹുമാനം കുറവ്. ചിന്തിക്കണം, അത് വലിയ ആൾക്കാണ്. പുറത്ത് നിൽക്കുന്നത് ഈശോയെ അവഗണിക്കുന്നത് അർത്ഥം. ഈശോയ്ക്ക് മര്യാദ കുറവ് കൊടുക്കുന്നതായിട്ട് അർത്ഥം. പള്ളിയിൽ സമയമാണ്. അപ്പൊ പള്ളി കഴിയും. അവിടെ എന്താ പള്ളിക്ക് വരണ്ട. ഒരു യഥാർത്ഥ ക്രിസ്ത്യൻ പള്ളിക്ക് വന്നിട്ട് മറന്നു തന്നെ അവൻ ക്രിസ്ത്യൻ ഇല്ല, അവൻ ഭീകരൻ ടെററിസ്റ്റ് ഭീകരൻ തന്നെ. ആ ഭീകരനെക്കാട്ടിലും ഭയങ്കരമായിട്ടുള്ള ഭീകരനാണ് ഈ പള്ളിക്കുത്തിൽ പ്രവർത്തനിക്കുന്നത്. നന്നായിട്ട് ചിന്തിക്കും. ടെററിസ്റ്റ് അറ്റ്ലീസ്റ്റ് അവനിക്ക് ബോധമില്ല, അവൻ അവന് വെടിച്ച് കൊള്ളുക. ഈ ഭീകരൻ, ആ ഭീകരനെ കാട്ടിലും പള്ളിക്ക് എന്ന് പറഞ്ഞിട്ട്, കുർബാനയ്ക്ക് എന്ന് പറഞ്ഞിട്ട് പുറത്ത് വന്ന് ഈ വലിയ മരത്തിൽ പിലാവ് താഴെ ഈ നമ്മുടെ ഇവിടെ ഒരു തകൻ മരം, വലിയ മരം, ഇതിന് മരം ഉള്ളത് നല്ല കേട്ടോ. ഈ വലിയ മരത്തിൽ താഴെ ഇരുന്ന് 2 വാക്ക് ഇവിടെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുക, അവിടെ ദൂഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഭീകരൻ, ടെററിസ്റ്റ് കാട്ടിലും ഭയങ്കരമായ ഭീകരനാണ് ആ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ. അപ്പോ മുത്തച്ഛന്മാരുടെ ദിവസത്തെ ആഘോഷിക്കുന്ന ഇന്ന് യഥാർത്ഥത്തിൽ നമ്മൾ കാപ്പിയടിക്കേണ്ട വ്യക്തി ജോയ്ക്കാനായിരിക്കണം, അമ്മയായിരിക്കണം. அவங்க 2 പേരും ഭീകരനായിരുന്നില്ല. அவங்க ഭീകരൻ എതിലെ ഭീകരന്? മാതൃകയിലെ ഭീകരനായിരുന്നു, ധൈര്യത്തിലെ ഭീകരനായിരുന്നു, കിരുബയിലെ ഭീകരനായിരുന്നു. ആ സംസാരത്തില് കിരുബയുടെ സംസാരം, അഭിഷേകത്തിന്റെ സംസാരം, വിവേകത്തിന്റെ സംസാരം, അനുഭവത്തിന്റെ സംസാരത്തിൽ ഭീകരനായിരുന്നു, ഭക്തിയിലെ ഭീകരനായിരുന്നു. പക്ഷെ നമ്മള് അത് അവഗണിക്കുന്നതിൽ നമ്മൾ ഭീകരനായി പിറന്നുകൊണ്ടിരിക്കുക. ചിന്തിക്കണം, എത്ര മാത്രം നമ്മൾ ഈ ഗുണങ്ങൾക്ക് യോഗ്യതയുള്ള ഒരു വ്യക്തിയായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തോട് നമ്മൾ തന്നെ ചെക്കപ്പ് ചെയ്യണം, പരിശോധിക്കുക. അങ്ങനെ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് കിട്ടേണ്ട കൃപ നമ്മുടെ വഴി നമ്മുടെ തലമുറയ്ക്ക് കിട്ടും. അങ്ങനെയുള്ള കൃപ എപ്പോഴും കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥിക്കുന്നു. എല്ലാവരും 2 കരങ്ങളെയും സരസിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ജോവാക്കിനും അമ്മയ്ക്കുമുള്ള ഉണ്ടായിരുന്ന കൃപ നമുക്കും ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ മുത്തച്ഛന്മാരെയും സമർപ്പിച്ചുകൊണ്ട് മക്കൾ, മരുമക്കൾ, ചെന്മക്കൾ, സ്വന്തങ്ങൾ, ബന്ധങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ അറിഞ്ഞവർ, അറിയാത്തവർ, തെരഞ്ഞവരെ എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ടവർ, ഇഷ്ടപ്പെടാത്തവർ, എതിരികൾ, ദ്രോഹികൾ എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, ദൈവമേ എന്റെ അതിര് വിസ്തൃതമാക്കണമേ, ദൈവമേ അഞ്ചടുകളും എണ്ണടുകളും ഉണ്ടായിരിക്കണമേ, ദൈവമേ
എല്ലാ ദുരിതങ്ങളും എന്നെ കാത്തുകൊള്ളണേ. ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ. ദൈവമേ എന്റെ അതിന് വിരുദ്ധമാക്കണമേ. ദൈവമേ അങ്ങോട്ട് എന്നോട് ഉണ്ടായിരിക്കണമേ. ദൈവമേ എല്ലാ ദുരിതങ്ങളും എന്നെ കാത്തുകൊള്ളണേ. ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ. ദൈവമേ എന്റെ അതിന് വിസ്തൃതമാക്കണമേ. ദൈവമേ അങ്ങോട്ട് എന്നോട് ഉണ്ടായിരിക്കണമേ. ദൈവമേ എല്ലാ ദുരിതങ്ങളും എന്നെ കാത്തുകൊള്ളണേ. സങ്കീർത്തനം 47 God bless you, my dear. God bless you all. God bless you all. മറ്റവളി ഈശോയെ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.